ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലിമ സുൽത്താനയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങളാണ് പോലീസിനും എക്സൈസിനും ലഭ്യമായത്. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളുമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി. ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതിനും തെളിവുകളുണ്ട്. ആലപ്പുഴയെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ വൻ ഇടപാടുകൾ നടക്കുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചത്. ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കാറുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണത്തിലേക്കും പോവുകയാണ്. ഇതിനു പുറമെ സിനിമാ മേഖലയിലെ മറ്റു പ്രമുഖരാരൊക്കെ എന്നതാണ് ചോദ്യം. നേരത്തെ നമ്മൾ കണ്ടതാണ്, വലിയ പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെട്ട ലഹരി കേസുകൾ പോലും പിന്നെ തെളിവുകളില്ലാതെ ഒടുവിൽ അവർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ കേസിലും എന്ത് സംഭവിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. അന്വേഷണത്തിന്റെ സംഘത്തിന്റെ നീക്കത്തിന് ആ തരത്തിലുള്ള ആർജവമുണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും തസ്ലിമ സുൽത്താനയുടെ ഫോണിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ തേടി പോലീസിന്റെ അന്വേഷണം നീങ്ങിയാണ്. ഇത് ലഹരി കേസിൽ മാത്രമല്ല നിൽക്കുന്നത്, അതിലും വ്യാപകമായ രീതിയിലേക്ക് ഈ സംഭവങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ തസ്ലിമ സുൽത്താന ആരാണ്? അവർ നടത്തിയ ഇടപാടുകൾ എന്താണ്? ഇതാണല്ലോ അന്വേഷണ സംഘം കുറച്ച് ദിവസങ്ങളായി ശേഖരിക്കുന്നത്. ഈ ലഭ്യമാവുന്ന തെളിവുകൾ നമ്മൾ ഇതുവരെ കണ്ട ചിത്രമല്ല. ഇതിനും അപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള വ്യാപ്തിയുള്ള ഇടപാടുകൾ നടന്നിരുന്നു എന്നതാണ്. എന്താണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ? സജിത്ത്, തീർച്ചയായും തസ്ലിമ സുൽത്താനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്കുകളുള്ള ഒരു വലിയ ലഹരി സെക്സ് റാക്കറ്റിന്റെ കണ്ണിയാണ് അവർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിന്റെ നേതൃതലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ തസ്ലിമ സുൽത്താന എന്നുള്ളതാണ് നമുക്ക് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സജിത്ത്, ഇവരുടെ ആദ്യകാല ചരിത്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തസ്ലിമ സുൽത്താന കണ്ണൂർ സ്വദേശിനിയാണ്. അവര് കണ്ണൂർ സ്വദേശിനിയായ ആളാണ്. ഒപ്പം തന്നെ അവർ പിന്നീട് അവർ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു പാസ്റ്ററെ വിവാഹം കഴിക്കുന്നു. പിന്നീട് ബൈബിൾ പ്രവർത്തനങ്ങളും ഒക്കെയായി അവര് നടക്കുന്നു. ഒരു ബൈബിൾ കോളേജിൽ ലെക്ചറായി പോയിട്ടുണ്ടെന്ന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഈ തസ്ലിമ സുൽത്താന മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇവർ ഉടുപ്പിയിലേക്ക് പോകുന്നു. അതായത് ഈ വിവാഹം കഴിച്ച ആളുമായി തെറ്റുന്നു, ഡിവോഴ്സ് ആവുന്നു. അവിടെ നിന്ന് പിന്നീട് ഉടുപ്പിയിലേക്ക് ആണ് അവർ പോകുന്നത്. ഉടുപ്പിയിൽ ചെന്നതിന് ശേഷം നമ്മൾ ഇന്നലെ കണ്ട മഹിമ മധു എന്നുള്ള ഒരു വ്യാജ ഐഡി ആണ് ഇവർ എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അത്തരത്തിലൊരു മലയാളി കുടുംബവുമായി ഇവർ അടുപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവര് കർണാടകയിൽ എത്തിയ ശേഷമാണ് ഈ സെക്സ് റാക്കറ്റും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ലഹരി മാഫിയയുമായി ഇവർ ബന്ധത്തിലാവുകയും ചെയ്യുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ഇവർ വലയിലാക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് ലഹരി നൽകാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഒരു റാക്കറ്റിലേക്ക് ആദ്യം കടന്നു വരുന്നത്. പിന്നീട് ഈ പെൺകുട്ടികളെ നാട്ടിലെത്തി സെക്സ് റാക്കറ്റിലേക്ക് എത്തിച്ചു, പെൺവാണിഭ സംഘങ്ങളിലേക്ക് എത്തിച്ചാണ് ഇവരുടെ വളർച്ച എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ കർണാടകയിൽ നിന്ന് പിന്നീട് ഇവര് ചെന്നൈയിലേക്ക് മാറുന്നു. ചെന്നൈയിൽ സുൽത്താന വിവാഹം കഴിച്ചുകൊണ്ട് തസ്ലിമ സുൽത്താൻ എന്നുള്ള പേര് അവരങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ പോലും ഇവർ ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരിയിൽ മുഴുവൻ ഇവർ ക്രിസ്റ്റീന എന്നാണ് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ അന്നത്തെ ഇവരുടെ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീട് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലഹരി വലയുടെ പ്രധാന കണ്ണിയായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നിർണായകമായ വിവരം ചലച്ചിത്ര താരങ്ങൾക്ക്, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പ്രമുഖ ചലച്ചിത്ര താരങ്ങൾക്ക് പെൺകുട്ടികളെ യുവതികളെ എത്തിച്ചു നൽകുന്നതിൽ ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ലഭ്യമായിട്ടുണ്ട്. പ്രമുഖ നടനുമായിട്ടുള്ള ചാറ്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മോഡലായ പെൺകുട്ടിയുടെ ചിത്രം അയച്ചു നൽകി അതിൽ വിലപേശുന്ന ചാറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ഈ പെൺകുട്ടിയെ പിന്നീട് ആ നടനെ എത്തിച്ചു നൽകി എന്നുള്ളതും ഇവർ അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട ഗുരുതര കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ എന്തുകൊണ്ട് തസ്ലിമ സുൽത്താന ആലപ്പുഴയിലേക്ക് എത്തി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ 2 കോടി രൂപയുടെ വില മതിക്കുന്ന റീറ്റെയിൽ മാർക്കറ്റിൽ ഒരു ഗ്രാമിന് 10,000 രൂപയ്ക്ക് മേൽ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു വിപണി ഇവർക്കുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വളർന്നു
വളർന്നു വരുന്ന വലിയൊരു സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ആലപ്പുഴ അതിനെ ഒരു പ്രധാന ഹബ്ബായി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിനും വിവരം ലഭിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ലോക്കൽ പോലീസും അതിനെ സംബന്ധിച്ച വിവരം ലഭ്യമായിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു പ്രധാന സൂചനയാണ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച ആലപ്പുഴ നഗരമധ്യത്തിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നടന്ന പാർട്ടിയാണ്. മാർച്ച് 8-ന് വനിതകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി അവർ നടത്തിയ പാർട്ടിയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി മദ്യവിതരണം നൽകുമെന്നുള്ള പരസ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ പാർട്ടി നടന്നത്. അതിന് മുന്നോടിയായി ഫെബ്രുവരി 28-നും അത്തരമൊരു ഈ പ്രമുഖ ഹോട്ടലിന്റെ ഒരു ഫ്ലോറ് റെന്റിനെടുത്തുകൊണ്ട് ആ ഫ്ലോറിൽ ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിച്ചു. അന്ന് ഇവിടെ MDMA അടക്കം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള യുവാക്കളാണ് ഈ ടിക്കറ്റ് വെച്ചുള്ള പാർട്ടിയിൽ പങ്കെടുത്തത് എന്നുള്ളതുമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ പല പ്രമുഖരും, ആലപ്പുഴയിലെ പല പ്രമുഖരും ഉണ്ടായിരുന്നു അതിന് പിന്നിൽ എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മാർച്ച് 8-ന്, അതായത് ഫെബ്രുവരി 28-ന്റെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ഇത് ഓൺലൈനിൽ പരസ്യം നൽകി അത്തരത്തിൽ യുവതികൾക്ക് മാർച്ച് 8-ന് സൗജന്യമായി മദ്യവിതരണം ഉണ്ടാകും എന്ന് കാണിച്ചുകൊണ്ടാണ് പരസ്യം നൽകിയത്. ആ പരസ്യം ഓൺലൈൻ സമൂഹ മാധ്യമങ്ങൾ നൽകിയ പരസ്യങ്ങളുടെ കാർഡുകളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ മാർച്ച് 8-ന് നടന്ന പരിപാടി വിജയകരമായി നടത്താൻ കഴിയാതെ പോയത് നോർത്ത് പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ മൂലമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നോർത്ത് പോലീസിന്റെയും 15ഓളം ഉദ്യോഗസ്ഥർ ഈ പ്രധാന ഹോട്ടലിൽ ഈ പരിപാടി ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാമിന് മുന്നോടിയായി കയറിയിരുന്നു. അങ്ങനെയാണ് അന്ന് അവിടെ ലഹരി പാർട്ടി നടക്കാതെ പോയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ആലപ്പുഴയെ ഒരു പ്രധാന ഹബ്ബായി മാറ്റുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നൽകിയ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഈ രണ്ടാമത്തെ മാർച്ച് 8-നുള്ള പരസ്യം നൽകിയിരിക്കുന്നത് അനൂപ് എന്ന വ്യക്തിയാണ്. അയാൾ നേരത്തെ തന്നെ നമുക്കറിയാം ആലപ്പുഴയിലെത്തിയ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെത്തിയ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ ഒരു പാർട്ടി ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ആളുകളെ ഇങ്ങനെ ഒരു ലഹരി പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതില് മദ്യവിതരണം സൗജന്യം എന്നുള്ള ഒരു പരസ്യമായിരുന്നു കാണിച്ചിരുന്നത്. അത്തരത്തിൽ പോലീസ് ഇതിനെക്കുറിച്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ സംഭവം കഴിഞ്ഞാണ് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയ കഞ്ചാവ് വേട്ട, പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ആലപ്പുഴയിൽ നടന്നിട്ടുള്ളത്. ഇതിനൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചു വരുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റ്, എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതകളുള്ള ഹൗസ് ബോട്ട് ടൂറിസം അടക്കമുള്ള സുരക്ഷിത ഇടങ്ങളുള്ള ഇടത്ത് ആണ് ഇങ്ങനെ ഒരു ലഹരി വിൽപ്പനയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തസ്ലീമ സുൽത്താന 2 കോടി രൂപയുടെ ഉൽപ്പന്നവുമായി ഇവിടെ വരുമ്പോൾ അതിനൊരു വിപണി ഇവിടെ കണ്ടെത്തിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ആർക്ക് കൈമാറാൻ വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. കാരണം അതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘം വിശദീകരിക്കേണ്ടിയും ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സജിത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതു തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതും പ്രധാനമാണല്ലോ ശരണി. ഇക്കാര്യത്തിൽ നേരത്തെ നമുക്കറിയാം പല പ്രമുഖരും കുടുങ്ങിയ ലഹരി കേസുകളുണ്ട്. ഒടുവിൽ പോലീസിനെ സ്വാധീനിച്ചവർ രക്ഷപ്പെട്ടു പോയി എന്നതാണ് പിന്നീട് വന്ന ആക്ഷേപം. ഈ കേസിൽ ആദ്യം ഉയർന്ന പേരുകൾ തേടി, അല്ലെങ്കിൽ അതിനുമപ്പുറം വിപുലമായ സിനിമാ ബന്ധങ്ങളുണ്ടോ എന്നതനുസരിച്ചുള്ള അന്വേഷണം ആ തരത്തിൽ നടക്കുന്നുണ്ടോ? ആ ഒരു നീക്കം അന്വേഷണ സംഘത്തിൽ നിന്നും ഉണ്ടാവുന്നുണ്ടോ ശരണ്യ?
സജിത, വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. കാരണം ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുമെന്നുള്ള നിലപാട് തന്നെയാണ് എക്സൈസിനുള്ളത്. ഇപ്പോൾ നേരത്തെ ഉയർന്നു കേട്ട പേരുകൾ ശ്രീനാഥ് വാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും ആയിരുന്നു. കൃത്യമായ എവിഡൻസ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള പല ചാറ്റുകളും എക്സൈസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. അവര് ഇതിനനുസരിച്ചുള്ള ഒരു മൊഴി തന്നെയാണ് തസ്ലീമ സുൽത്താന ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അവര് ഈ ചലച്ചിത്ര താരങ്ങളുമൊക്കെയായി ലഹരി ഇടപാടും മറ്റു ബന്ധങ്ങളും ഒക്കെ പുലർത്തുന്ന ഈ തസ്ലീമ സുൽത്താന കൃത്യമായി അതിനുള്ള എവിഡൻസും അവരുടെ പക്കൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ എക്സൈസ് ഇവരിപ്പോൾ റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് പരമാവധി ക്രോസ് ചെക്ക് ചെയ്ത വിവരങ്ങൾ എടുത്തതിന് ശേഷം തസ്ലീമയുമായി ഇരുത്തി കൂട്ടിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിൽ പരമാവധി വിവരങ്ങൾ ഇവരിൽ നിന്ന് തോണ്ടിയെടുക്കുക. അതായത് ധൃതി പിടിച്ച് കസ്റ്റഡിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ പഴുതുകളും അടച്ച് എവിഡൻസുകളിലേക്ക് പോയതിനു ശേഷം ഇവരെ ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി തന്നെയാണ് എക്സൈസ് ടീം പ്ലാൻ ചെയ്യുന്നത്. ആലപ്പുഴയിലെ എക്സൈസ് CI മഹേഷ് നേതൃത്വത്തിലുള്ള സ്ക്വാഡായിരുന്നു ആദ്യം ഇവരെ പിടിച്ചത്. പിന്നീട് ഇപ്പോൾ ഒരു പടി കൂടി ഇതിന്റെ ഒരു ഗ്രാവിറ്റി അടക്കം മാറിയ ഒരു ഘട്ടത്തിൽ ആണ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിലേക്ക് ഒരു ചുമതല വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഷൈൻ ടോം ചാക്കോയും ഒപ്പം ശ്രീനാഥ് വാസിക്കും ഉടൻ തന്നെ നോട്ടീസ് നൽകും. ആ നോട്ടീസ് നൽകി അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ആ നിലപാട് എക്സൈസ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി അവർക്ക് അതിനകത്ത് വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമുഖ നടൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. അത് ഏത് വ്യക്തിക്കാണ് ഇത് എത്തിച്ചു നൽകിയത് എന്നതിനെ സംബന്ധിച്ചും എങ്കിലും പോലും കുറച്ചുകൂടെ ഒരു ആ വിഷയത്തിനകത്ത് എക്സൈസ് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയതിനു ശേഷം മാത്രം നമ്മളത് ആ പേര് പുറത്തേക്ക് പറയാം എന്നുള്ളതാണ്. ആർക്കാണ് എത്തിച്ചു നൽകിയത്, ആരാണ് ലഹരി വാങ്ങിയത്, ആർക്കൊപ്പം ആണ് തസ്ലീമ സുൽത്താന പോയത്, ആർക്കാണ് മോഡലിനെ എത്തിച്ചു നൽകിയത് എന്നടക്കമുള്ള കൃത്യമായ വിശദാംശങ്ങൾ ന്യൂസ് 18-നുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിലേക്ക് അന്വേഷണ സംഘം നിൽക്കുമ്പോൾ നമ്മൾ അത്തരം വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിനകത്ത് ആ ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയ ഹബ്ബ് ലഹരി കണ്ണികളുടെ എറണാകുളം അതാണ് സാഹചര്യം. എന്തായാലും ശരണ്യ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഈ അന്വേഷണ സംഘം നടന്നത്. അത് ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ്. നമുക്ക് ഈ വാർത്ത